ഹായ്, കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലെ 7ാമത്തെ ക്ലാസ്സാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും അല്ലെങ്കിൽ ടഫ് എന്നൊക്കെ പറയുന്ന ഒരു സെക്ഷനാണ് ഇനി നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പാണ് കോഡിംഗ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ വേർഡ് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാ SSC അല്ലെങ്കിൽ റെയിൽവേ എക്സാമിനും ചോദിക്കാറുണ്ട്. മാത്രമല്ല ഡിഫൻസ് എക്സാമിലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലാക്കിയാൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, വലിയ തലവേദന പിടിച്ച ഒരു കാര്യമില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കണം, ഇതാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം എവരിവൺ, മൈ നെയിം ഈസ് ദിനേശ്, യു ആർ വാച്ചിങ് ബിൽഡ് യുവർ കരിയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഇഫ് ഗ്രീൻ ഈസ് കോൾഡ് റെഡ്, റെഡ് ഈസ് കോൾഡ് ബ്ലൂ, ബ്ലൂ ഈസ് കോൾഡ് വൈറ്റ്, വൈറ്റ് ഈസ് കോൾഡ് യെല്ലോ, യെല്ലോ ഈസ് കോൾഡ് വയലറ്റ്, ദെൻ വാട്ട് ഈസ് ദ കളർ ഓഫ് ഗ്രാസ്? പുല്ലിൻ്റെ നിറം എന്താണ്? പുല്ലിൻ്റെ നിറം എന്താണ്? പച്ചയാണ്, ഗ്രീൻ ആണ് നിറം. ഓക്കെ, പക്ഷേ തന്നിരിക്കുന്ന ഈ ഒരു ഡാറ്റ വെച്ച് നമ്മൾ ഈ പുല്ലിൻ്റെ നിറം എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ സാധാരണ ഒരു സ്റ്റുഡൻറ്റ് ആദ്യമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അവനൊരു ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നിടത്ത് അവന് ആദ്യം വിചാരിക്കും ഗ്രീൻ ഈസ് കോൾഡ് റെഡ്, ഗ്രീൻ റെഡ് എന്ന് വിളിക്കുന്നു, പിന്നെ റെഡിനെ തന്നെ ബ്ലൂ എന്ന് വിളിക്കുന്നു, പിന്നെ ബ്ലൂവിനെ തന്നെ വൈറ്റ് എന്ന് വിളിക്കുന്നു, പിന്നെ വൈറ്റിനെ തന്നെ യെല്ലോ എന്ന് വിളിക്കുന്നു, എന്നിട്ട് യെല്ലോനെ തന്നെ വയലറ്റ്. ഓക്കെ, ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു വാട്ട് ഈസ് ദ കളർ ഓഫ് ഗ്രാസ്? ഗ്രാസിൻ്റെ നിറം എന്താണ്? ഗ്രാസിൻ്റെ നിറം പച്ചയാണ്, അതായത് ഗ്രീൻ. ഗ്രീൻ ഈസ് കോൾഡ് റെഡ്, ബ്ലൂ, വൈറ്റ്, യെല്ലോ, വയലറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ വയലറ്റ് എന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് കുത്തും. ഓക്കെ, അപ്പോൾ അത് ശുദ്ധ മണ്ടത്തരമാണ്. ഓക്കെ, അതിങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ആൻസർ തെറ്റും, നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു മാർക്ക് വെറുതെ പോകും. ഓക്കെ, ശരിക്കും ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തില്ലേ, അത് ചുമ്മാ കാട് കയറി ചിന്തിക്കുകയാണ്. ശരിക്കും അത്രയും ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. ശരിക്കും സത്യത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കിയേ, വാട്ട് ഈസ് ദ കളർ ഓഫ് ഗ്രാസ്? ഗ്രാസിൻ്റെ നിറം എന്താണ്? പച്ച. പച്ച നോക്കിയേ, പച്ച ഈസ് കോൾഡ് റെഡ്. പച്ച എന്ന കളറിനെ ചുവപ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ കളർ ഓഫ് ഗ്രാസ്? റെഡ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സംഭവം കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേർഡ് റീപ്ലേസ്മെൻറ്റ് എന്നൊരു ഭാഗത്ത് നിന്ന് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരത്ത് ആദ്യമേ തന്നെ എന്താണ് ഇവിടെ ചോദിച്ചേക്കണം എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, എന്നിട്ട് ആ ഒരു ഡാറ്റ അനുബന്ധമായിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ എവിടെ ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, എന്നിട്ട് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ ഒരു ഡാറ്റ അനുബന്ധമായിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു വാട്ട് ഈസ് ദ കളർ ഓഫ് മിൽക്ക് ചോദിച്ചു. മിൽക്കിൻ്റെ കളർ എന്താണ്? വൈറ്റ്. വൈറ്റ് നോക്കിക്കേ, വൈറ്റ് എവിടെ? ബ്ലൂ ഈസ് കോൾഡ് വൈറ്റ്. എന്നാൽ വൈറ്റ് എന്ന കളറിനെ യെല്ലോ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിൽക്കിൻ്റെ കളർ എന്താണ്? യെല്ലോ. സംഭവം കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ സ്കൈയുടെ കളറോ? വാട്ട് ഈസ് ദ കളർ ഓഫ് സ്കൈ എന്ന് ചോദിച്ചാലോ? സ്കൈയുടെ കളർ എന്താ? ബ്ലൂ. ഓക്കെ, ബ്ലൂവിനെ എന്താണ് ഇവിടെ വിളിക്കുന്നത്? വൈറ്റ് എന്ന്. അപ്പോൾ സ്കൈയുടെ കളർ എന്താണ്? വൈറ്റ്. സംഭവം കിട്ടി. ഇത്ര ഉള്ള കാര്യം. അതായത് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചാൽ മതി, സംഭവം കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് റോഡ് ഈസ് കോൾഡ് കാർ, കാർ ഈസ് കോൾഡ് ട്രെയിൻ, ട്രെയിൻ ഈസ് കോൾഡ് സ്കൂൾ, സ്കൂൾ ഈസ് കോൾഡ് ഹൗസ്, ഹൗസ് ഈസ് കോൾഡ് ഓഫീസ്, ദെൻ വേർ ഡു ചിൽഡ്രൻ ഗോ ടു സ്റ്റഡി? പിള്ളേർ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? സ്കൂളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി സ്കൂൾ എന്ന ഡാറ്റനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏത് വേർഡാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സ്കൂൾ നോക്കിയേ, ട്രെയിനിനെ സ്കൂൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്കൂളിനെയോ? ഹൗസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. സംഭവം കിട്ടി, സിമ്പിൾ. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര വേണം? ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ്സ് മതി, ഒരു 2-3 സെക്കൻഡ് മതി, നമുക്ക് വേഗത്തിൽ ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഇത്രയും വായിക്കേണ്ട ഒരാവശ്യമില്ല. അവസാനത്തെ എന്താണ് ഇവിടെ ചോദിച്ചേക്കണം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്താൽ മതി. സംഭവം സിമ്പിളാണ്. 2-3 സെക്കൻഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ്, ഇഫ് ഓറഞ്ച് ഈസ് കോൾഡ് ബട്ടർ, ബട്ടർ ഈസ് കോൾഡ് soap, soap is called ink, ink is called honey, honey is called orange, then which of the following used for washing cloth? അതായത് തുണി കഴുകാൻ എന്താണ് ഇതിൽ യൂസ് ചെയ്യുന്നത്? ബട്ടർ ആണോ ഓറഞ്ച് ആണോ? ഓറഞ്ചും ബട്ടറും ഒന്നുമല്ല, സോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോപ്പിനെ എന്താണ് ഇവിടെ വിളിക്കുന്നത്? ബട്ടറിനെ സോപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോപ്പിനെയോ? ഇങ്ക് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. സംഭവം ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ലില്ലി ഈസ് കോൾഡ് ലോട്ടസ്, ലോട്ടസ് ഈസ് കോൾഡ് റോസ്, റോസ് ഈസ് കോൾഡ് സൺഫ്ലവർ, സൺഫ്ലവർ ഈസ് കോൾഡ് മാരിഗോൾഡ്. ഓക്കെ, ദെൻ വിച്ച് വിൽ ബി ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ? നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ ഏതാണ്? ലോട്ടസ് ആണ് നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ലോട്ടസിനെ ഇവിടെ എന്താണ് വിളിക്കുന്നത്? ലോട്ടസിനെ റോസാപ്പൂ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ ഈസ് റോസ്. സംഭവം കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. സംഭവം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ട് എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.